തുഴതാളത്തിൽ ചേരി വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ അകതാരാകെ ആവേശത്തിൻ പൂരക്കൊടിയേറ്റം ആലപ്പുഴയുടെ ധനവും മനവും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫിയുടെ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണല്ലോ. നമ്മൾ നോർമലി ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട പാട്ടെന്നൊക്കെ പറയുമ്പോൾ നാടൻ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് ഇതായിട്ടുള്ളൊരു മെയിൽ സൗണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് അത് അടിപൊളിയായിട്ട് വരികയും ചെയ്തു. സ്റ്റാർട്ടിങ് ടു ഇവിടെ വരെ എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും? ഭയങ്കര അതൊരു പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇറ്റ് വാസ് നോട്ട് ഈസി. അത് അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു. ഒരുപാട് ഫെയിലിയേഴ്സ്, ഒരുപാട് സക്സസ്സുകൾ, ഒരുപാട് ട്രാവൽസ്, ഒരുപാട് സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ജേണിയാണ് ഈ അമൃതംഗമയുടെ 10 വർഷം എന്ന് പറയുമ്പോൾ. ഏറ്റവും എന്നെ തന്നെ വിശ്വാസമുള്ളതും എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടമുള്ളതും ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞ സ്റ്റേജാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, 2 ഗാഡ്ജറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒന്ന് മൈക്കും, ഒന്ന് സ്റ്റിയറിങ്ങും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഐ എം 100% കോൺഫിഡൻറ്റ്. എനിക്ക് വേണ്ടി കുറേ ചീത്തപ്പേര് കേട്ടിട്ടുള്ളതും തെറി കേട്ടിട്ടുള്ളതും ഒക്കെ അബിയാണ്. അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പാവം. ഞാനെന്നുള്ളൊരു ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ അത് അബി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാനുള്ളിലുള്ള ഭയമോ വന്നായി വന്നിരുന്നു വെറുതെ. എൻ്റെ കണ്ണാലെ കണ്ണാലെ എന്ന് പറഞ്ഞൊരു പാട്ട് കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്. അതെല്ലാവരും പോയി കാണാം. കണ്ണാലെ കണ്ണാലെ പ്രൊമോഷൻ. ഞാൻ ഓവർ ടാലന്റഡ് ആണല്ലോ, അതാണല്ലോ എൻ്റെ ഒരു മലയാളത്തിൽ പറയാമോ? അമൃത സുരേഷ് സ്കോറിംഗ് വിത്ത് 1 point. ഞാൻ ഇപ്പോഴും സ്കോറിംഗ് 1 point. എടാ ഇവൾക്ക് ശരിക്കും അറിയില്ല. ശരിക്കും അറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കരുണാമൻ എന്ന് പറഞ്ഞൊരു ഭക്തിഗാനമുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ് പാടുന്നത്. സാധിക്കുമെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ. സത്യമായിട്ട് ഞാനല്ലാണ്ട് ചിരിക്കുന്നത് എന്നെ ചിരിപ്പിക്കുന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കുറേ പാട്ടും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 പേരാണ്, ഗൗതം വിൻസെൻ്റ് ആൻഡ് അമൃത സുരേഷ്. വെൽക്കം ടു ദ ഷോ. ഹായ് കിങ്ങിണി. ഹായ് ചേച്ചി, ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം പറ്റി സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, ഓളപ്പോര്. അപ്പോൾ എന്തൊക്കെയാണ് ഓളപ്പോരിനെ പറ്റിയിട്ട് പറയാനുള്ളത്? അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ശരിക്കും ആദ്യത്തെ സംഭവം അല്ലേ ഒരു ഫീമെയിൽ സിംഗർ ഇത് പാടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഓളപ്പോരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫിയുടെ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. ആലപ്പുഴക്കാരനും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ആലപ്പുഴക്കാരിയാണല്ലോ. വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണല്ലോ. അപ്പം അതിനുവേണ്ടി ഒരു ഔദ്യോഗിക ഗാനം ചെയ്യാന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അപ്പം എല്ലാ തവണ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തവണ കൊണ്ടുവന്ന ഒരു പുതുമയാണ് അമൃത സുരേഷ്. ഓക്കെ, ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ 2017 ഒരു സോങ് ജലകേളി എന്നുള്ള പേരിൽ അൽഫോൺസ് ചേട്ടൻ പാടി, പിന്നെ വയലാർ ശരത്തേട്ടൻ എഴുതി, അങ്ങനെ ഒരു പാട്ട് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം വള്ളംകളിക്ക് വേണ്ടി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2018 ഔദ്യോഗിക ഗാനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. മറ്റേത് കണ്ടിട്ട് അവര് കണ്ടിട്ട് നമ്മുടെ സബ് കളക്ടർ ആയിട്ടുള്ള കൃഷ്ണതേജ സാറിനെ അന്ന് അത് കാണാൻ ഇടയായി. അങ്ങനെ ഒരു സിഗ്നേച്ചർ സോങ് എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യമായിട്ട് വള്ളംകളിക്ക് വന്നത്, അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പഠനമൊക്കെ ആയിട്ട് ചെന്നൈയിലായിരുന്നു കുറച്ച് വർഷങ്ങൾ. പിന്നെ 2023-24 ചെയ്തു. ഇപ്പോൾ 25 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും ചേച്ചിയെ കൊണ്ടുവരണം എന്നുള്ളത്? ഇതിനകത്ത് പാട്ടിന് ഫീമെയിൽ വോയിസ് ചേട്ടൻ്റെ ഐഡിയ ആണ്. ഓക്കെ, എന്താണ് അമൃത ചേച്ചി ചൂസ് ചെയ്യാൻ കാര്യം? ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇഷ്ടംപോലെ ഫീമെയിൽ സിംഗേഴ്സിനെ കൊണ്ട്, ഇപ്പം ആക്ട്രസ് ഒക്കെ ആയിക്കോട്ടെ, എല്ലാവരും കൊണ്ട് പാട്ട് പാടിപ്പിച്ച് കവർ സോങ്സ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഭാമയെ കാണാം, ഇഷ്ടംപോലെ അനന്യ ചേച്ചി, ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. അതിൽ നമുക്ക് അമൃത ചേച്ചി മതി ഇതിലേക്ക് എന്ന് ചൂസ് ചെയ്തിട്ടുണ്ടോ? അതെ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വള്ളംകളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫാസ്റ്റ് നമ്പർ ആണല്ലോ, ഒരു ഫാസ്റ്റ് പേസിൽ പോകുന്നൊരു പാട്ടാണ്. അപ്പം ഞങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് പടകാളി പെർഫോം ചെയ്യാറുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ടായിരുന്നു. പടകാളിയുടെ കോൺഫിഡൻസ് ആണ് പടകാളി ലൈവായിട്ട് ഇങ്ങനെ പാടുന്ന കാണുമ്പോൾ
അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടല്ല. അയ്യോ അതെ അതെ അത് പാടുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് കുറെ ഷോസ് അങ്ങനെ ചെയ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അത് പടകാളിയും അധികം ഫീമെയിൽസ് ചെയ്യാറില്ല. അതെ ഞാനത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരുന്ന. എനിക്കൊന്ന് ഈ അടുത്തൊരു ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. നമ്മൾ നോർമലി ഈ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വഞ്ചിപ്പാട്ടും നാടൻ പാട്ടും ഒക്കെ കേട്ടിട്ട് കുറച്ച് ഇതായിട്ടുള്ളൊരു മെയിൽ സൗണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ അത് അടിപൊളിയായിട്ട് വരികയും ചെയ്തു. സ്റ്റാർട്ടിങ് പിന്നെ അതിന്റെ വിഷ്വൽസ് എല്ലാം ഭയങ്കര രസമായിരുന്നു. അപ്പൊ ചേട്ടൻ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ചേച്ചിക്ക് ഓക്കെ ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്? 100% ഓക്കെ. അഗൈൻ ഈ പറഞ്ഞ മാതിരി ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പൊ അതിന് എന്തുകൊണ്ട് ഞാൻ നോ പറയണം? കേട്ടപ്പോ തന്നെ ഹാപ്പി ആയിരുന്നു. വള്ളംകളി കണ്ടിട്ടുണ്ടോ? ഞാൻ വള്ളംകളി ടിവിയിലേ കണ്ടിട്ടുള്ളൂ. ഈ വട്ടം പോകുന്നല്ലേ? ഈ വട്ടം പോകുന്നുണ്ട്. നമ്മുടെ പാട്ടുള്ളപ്പോ പിന്നെ പോണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ അമൃതംഗമ്മയുടെ 10 വർഷമായില്ലേ? 10 വർഷം കംപ്ലീറ്റ് ചെയ്തു. അത് ഒരു വലിയൊരു സന്തോഷമല്ലേ? പിന്നെ ആ ഒരു ജേർണി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ സ്റ്റാർട്ടിങ് ടു ഇവിടെ വരെ എന്താ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും? ഫീലിംഗ് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു ദാറ്റ് വാസ് നോട്ട് ഈസി. അത് അത്രയും ഒരു ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലായിരുന്നു. ഒരുപാട് ഫെയിലിയേഴ്സ്, ഒരുപാട് സക്സസ്സുകൾ, ഒരുപാട് ട്രാവൽസ്, ഒരുപാട് സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ജേർണിയാണ് ഈ അമൃതംഗമ്മയുടെ 10 വർഷം എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു 10 വർഷം ഫേസിലുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിനെ വരെ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടിരുന്നത് അമൃതംഗമ്മയാണ്. അപ്പോൾ അമൃതംഗമ്മ ഇപ്പോഴും അതേ ഫ്രഷ്നെസ്സോടുകൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ നമുക്കുള്ളത്. അമൃതംഗമ്മ എനിക്ക് തോന്നുന്നു എൻ്റെ 3ാമത്തെ വാവയാണ്. ഫസ്റ്റ് അബി, 2ാമത്തെ പാപ്പു, 3ാമത്തെ അമൃതംഗമ്മ. 10 വയസ്സായി. 10 വയസ്സായി എൻ്റെ കൊച്ചിന്. മൂത്ത കൊച്ചിൻ്റെ ചെറിയ കൊച്ചിന് 12 വയസ്സ്, 3ാമത്തെ കൊച്ചിന് 10 വയസ്സ്. അപ്പൊ ഈ വർഷമാണ് ആക്ച്വലി ഞാനും ഗൗതമും പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈനപ്പും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യത്തെ അമൃതംഗമ്മയുടെ ഓവറോൾ 10ാം വർഷം നമ്മൾ ഒത്തിരി സൗണ്ടിങ്ങും ഒക്കെ മാറ്റി ഭയങ്കര ഒരുപാട് ഫ്രഷ്നെസ്സും ഒരുപാട് ഡിഫറൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു റാപ്പോ ബിൽഡപ്പ് ആവുമായിരുന്നു പതുക്കെ. ഞങ്ങൾ എപ്പോഴും കാണുകയാണ്, എപ്പോഴും പ്രാക്ടീസിന് പറ്റിയാണ്. അപ്പൊ പിന്നെ എൻ്റെ ഒരു വോയിസ് റേഞ്ചും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ആളുകൂടെയാണ്. അങ്ങനെയാണ് ഇവിടെ ചൂസ് ചെയ്ത് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഞാൻ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കേട്ടോ പാട്ട്. എനിക്ക് പാട്ട് പാടാൻ ഒട്ടും അറിയത്തില്ല. ഞാൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ കൊച്ചിലെ പഠിപ്പിക്കാൻ വിട്ട ഐറ്റംസിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമം പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് പാട്ട് പാടാൻ മാത്രം അറിയില്ലെന്ന്. പക്ഷെ രണ്ടുപേരെ അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇന്റർവ്യൂ മുഴുനീളം ഞാനൊന്ന് യൂട്ടിലൈസ് ചെയ്യും. മാക്സിമം പാട്ട് കേട്ടിട്ട് ഞാൻ വിടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഓളപ്പൂരിൽ തുടങ്ങാം. ചേച്ചി രണ്ടുപേരി ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. തുഴതാളത്തിൽ ചേരി വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ അകതാരാകെ ആവേശത്തിൻ പൂരക്കൊടിയേറ്റം ആലപ്പുഴയുടെ ധനവും മനവും ഓളം തുള്ളുന്നേ ആർപ്പോവിളിയുടെ ആരവും ഉയരും വള്ളം കളിനാള് വള്ളം കളിമേളം കാണാൻ ആർപ്പോവിളിയോളം തീർക്കാൻ മാളോരെ കൂടെ പാടാൻ വാ. വള്ളം കളിമേളം കാണാൻ ആർപ്പോവിളിയോളം തീർക്കാൻ മാളോരെ കൂടെ പാടാൻ വാ. അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ പഴയ ഒരു ആൽബം ഉണ്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടെന്നോ? ഡിവോഷണൽ ആൽബം ആണ്, ഒരു സൗമിത്രേ. അതിന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. എന്റെ ഫസ്റ്റ് അഭിനയ മുഹൂർത്തം കുറിച്ചത് അവിടെയാണ്. അതിനകത്താണല്ലേ ഞാനത് പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ഒരു ആൽബം, പഴയ ഒരു ആൽബം ഉണ്ടെന്ന് പറഞ്ഞു. അമൃതംഗമ്മയുടെ കാര്യം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് നോക്കിയപ്പോഴവിടെ കണ്ട 10 years. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചേച്ചിയുടെ എനിക്കൊന്നും മറ്റേ തൃശ്ശൂർ മറ്റേ കാന്ത ആ പാട്ടിക്കാൻ തോന്നുന്നു ലൈവ് ഒക്കെ കാണാറുണ്ട്. എങ്ങനെ ഇത്ര എനർജി ആയിട്ട് ലൈവിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നേ? പറയൂ സീക്രട്ട് പറയൂ. അത് സീക്രട്ട് ഒന്നുമില്ല. എനിക്ക് ഏറ്റവും എന്നെ തന്നെ വിശ്വാസമുള്ളതും എന്നെ ഏറ്റവും ഇഷ്ടമുള്ളതും ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ സ്റ്റേജാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, 2 ഗാഡ്ജറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒന്ന് മൈക്കും, ഒന്ന് സ്റ്റിയറിങ്ങും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഐ എം 100% കോൺഫിഡൻറ്റ്. രണ്ടിലും ഭയങ്കര ഹാപ്പിയാണ്. അതെൻ്റെ ഒരു വിശ്വാസമാണ്, അഹങ്കാരമാണെന്നും പറയാം, എന്നാലും തെറ്റില്ല. അപ്പം അവിടെ ഭഗവാൻ ഇതുവരെ വീഴ്ത്തിയിട്ടില്ല. എനർജി ഇതിപ്പോ നമ്മള് ട്രാവൽ ചെയ്ത് 4 ദിവസം ഒക്കെ ഹെക്ടിക് ട്രാവലായിട്ട് വന്നാലും സ്റ്റേജിൽ കയറുമ്പോൾ എവിടെന്നോ നമുക്കൊരു ശക്തി അവസാനം വരെ കിട്ടും ഫുള്ള്. ഈ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അപ്പോൾ വരാറുള്ളത്? അല്ലാതെ
ലൈക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്യണം ലാസ്റ്റ് വരെയും. പിന്നെ ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ എല്ലാവരും പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരാണല്ലോ ഓഡിയൻസ്. അതെന്താ അറിയോ, നമ്മള് കുറെയൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇത്രയും നാളായില്ലേ പ്രായം പുറത്ത് പറയണ്ട, എന്തായാലും കുഞ്ഞിന് 12 വയസ്സും 10 വർഷം കുറെ വർഷം മുന്നെയാണ് സൗമിത്ര എല്ലാം പറഞ്ഞു. എനിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ഇപ്പൊ 17 വർഷമായി. അപ്പം അതിൽ കൊച്ചിലെ തുടങ്ങി അച്ഛൻ്റെ കൂടെയൊക്കെ ഞാൻ പ്രോഗ്രാമിന് പാടുന്നതാണ്. അപ്പോൾ അന്ന് തുടങ്ങി നമുക്ക് കാണുമ്പോൾ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക, കണ്ണനങ്ങുമ്പോൾ നമുക്ക് അറിയാം അയാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കിട്ടുന്നതാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. അത്രേ ഉള്ളൂ. ആ ഒരു സമയത്ത് പാളാണ്ട് ദൈവം 4 കാലിൽ വീഴ്ത്തിക്കും. അങ്ങനെയാണെങ്കിലും സെറ്റ് ആയിരിക്കും. തെറ്റി പോവാറൊക്കെ ഉണ്ടോ പാടുന്ന സമയത്ത് ഓൺ സ്റ്റേജില്? പിന്നെ എത്രയോ ലിറിക്സ് ഒക്കെ മാറിപ്പോകത്തില്ല. ആ ലിറിക്സ് മാറിപ്പോവാതെ അല്ല, ഇപ്പൊ ഒരു പാട്ട് പാടി വരുമ്പോ ലിറിക്സ് പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ അവിടെ ലാലാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പാടാൻ കൊടുക്കും. ഓ അങ്ങനെയൊക്കെ. ഓ ചെറിയ ചെറിയ ടെക്നിക്കൊക്കെ ഉണ്ടല്ലേ. ആദ്യം ഇനീഷ്യൽ സമയങ്ങളിലൊക്കെ നമ്മളത് പാനിക് ആവുമായിരുന്നുണ്ട്. പക്ഷെ പിന്നെ പിന്നെ അതിനൊരു ഫണ്ണാക്കി എടുക്കാൻ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മൾ എത്രയോ പാട്ടുകൾ ബൈഹാർട്ട് ചെയ്ത് സ്റ്റേജിൽ വരുമ്പോ 2-3 വരികളൊക്കെ മിസ്സാവുന്നൊക്കെ സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ലാലാല പിന്നെ നാട്ടുകാർ പാടിക്കോളും. നേരെ 2 പേര് പാടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവനെ നോക്കുമ്പോ ബാക്കി വായിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കണക്ഷൻ സെറ്റ് ആക്കിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടിയിട്ട് തുടങ്ങിയത്. ചേച്ചി എനിക്ക് തോന്നുന്നു ആങ്കറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇന്റർവ്യൂ എടുത്തില്ലേ കുറച്ച് ഗസ്റ്റിന്റെ ഒക്കെ, ആ ഒരു ടൈമില് നിഖില ചേച്ചിയോടാന്ന് തോന്നുന്നു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഇത്രയും ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ദിവസമായിട്ട് നല്ല ഹോംവർക്കിലായിരുന്നു. ഏയ് ഇന്നലെ അല്ലേ ഞാൻ അറിയുന്നത്, പക്ഷെ ഇന്നലെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇതുപോലെ, ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ചെയ്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റിൽ ടെൻഷൻ ഉണ്ടാവാറുണ്ടെങ്കിൽ എന്താണ് ആദ്യം തോട്ട് ഫസ്റ്റ് അഭിനയിക്കുന്ന സമയത്തുനിന്ന്? സെയിം തിങ് കമ്മിങ് ടു ചേച്ചി. ഓരോ സ്റ്റേജിലും പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ഇല്ലെങ്കിൽ കവർ സോങ്സിലെങ്കിലും പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തോട്ട് എന്താ വരാറ്? ഏതൊരു സ്റ്റേജും എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ്. കാരണം ഇന്നലെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജ് ഈസി എന്നുള്ളൊരു തോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്റ്റേജും ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ഇന്നസെൻസോടുകൂടെയും ആ ഒരു പ്രാർത്ഥനയോടുകൂടെയും ആ ഒരു ഹാർഡ് വർക്കോടുകൂടെയാണ് നമ്മൾ വരിക. അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്നും സെയിം ആയിരിക്കും. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊക്കോളും. കേറുന്ന ഒരു മൊമെന്റിൽ മാത്രം അതുണ്ടാവും. ഓക്കെ. ചേട്ടൻ്റെ ഞാൻ നേരത്തെ ആദ്യം ഞാൻ ചോദിച്ചു, ഇതുപോലെ ഭാമ ചേച്ചി, അനന്യ ചേച്ചി, കുറേ പേരുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനാർക്കലി കുറേ പേരായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ലൈക്ക് ആക്ട്രസസിനെ വെച്ചിട്ട് കവർ സോങ്സ് ചെയ്യാന്നുള്ളൊരു ഐഡിയ ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി ഫസ്റ്റ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ഒറിജിനൽ കമ്പോസിഷൻ അനാർക്കലി പാടിയായിരുന്നു കുറേ വർഷം മുമ്പാണ്. അപ്പം ആ പാട്ട് ഇറങ്ങിയിട്ടേ ഇല്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ ആ പാട്ട് എപ്പോൾ ഇറങ്ങും എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിലിങ്ങനെ കൺവെർസേഷൻ നടക്കുമ്പോൾ വന്നാൽ പിന്നെ നമുക്കൊരു കവർ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അനാർക്കലി ഇങ്ങനെ വന്ന് നമുക്ക് ഈ പാട്ട് ചെയ്താൽ അങ്ങനെ ഞങ്ങൾ പയ്യെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു കവർ ഇറക്കി. പിന്നെ അതങ്ങ് പയ്യെ നല്ല മില്യൺസ് ഒക്കെ കയറി തുടങ്ങി. അപ്പൊ പിന്നെ അടുത്ത കവർ ഇറക്കി. അങ്ങനെ ചെയ്ത് കുറേ കവർ സോങ്സ് അങ്ങനെ അനാർക്കലിയുടെ കൂടെയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ ആ കവേഴ്സ് കണ്ട ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ച് ടെക്സ്റ്റ് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരൊക്കെ, ഇപ്പം കുറെ പേർക്ക് ആഗ്രഹമുള്ളവരുണ്ട്, കഴിവുകൊണ്ട് ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പം ഈ ആക്ട്രസ് ഒക്കെ നിങ്ങൾ കാണുന്നേ ഉള്ളൂ, പക്ഷെ അല്ലാതെ ഒരുപാട് സിംഗേഴ്സിന്റെ കവേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇറ്റ്സ് മൈ വർക്ക്, സോ ഇഷ്ടമാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. ഒരു ടഫ് ക്വസ്റ്റ്യനിലേക്ക് ഒക്കെ വരാം. ഇത്രയും പേരായിട്ട് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആരാ? കുറച്ച് നേരത്തേക്ക് അമൃതേശിയോട് ഇല്ല നമുക്ക് മാറ്റി നിർത്താം, ബാക്കിയുള്ളവർ ഞങ്ങളുടെ ഒരു എന്താ റൂൾ അനുസരിച്ച് അല്ല അങ്ങനെയല്ലേ. ഇപ്പം എനിക്ക് സത്യം പറയാലോ, ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ വർക്ക് ചെയ്ത എല്ലാവരുമായിട്ടും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞല്ല, ഈവൻ എല്ലാവരും പിന്നെയും ഗൗതമിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും ഈവൻ ഞാനാണെങ്കിലും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതും
നമ്മുടെ ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഗൗതം. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഗൗതം, എല്ലാവരോടും ഇതേപോലെ തന്നെയാണ്. അപ്പം അതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു പാപ്പു ആയിട്ടുള്ള പാട്ടും ചേട്ടൻ പാപ്പുവിന്റെ ഫസ്റ്റ് ചെയ്യുന്നതും ഗൗതം ചേട്ടൻ തന്നെയാണ്. ആ ഐഡിയ അപ്പൊ അത് ആരുടെ ചേട്ടൻ തന്നെ ഐഡിയ ആയിരുന്നോ പാപ്പുവിനെ വെച്ച് നമുക്കൊരു ചെയ്യണം എന്നുള്ളത്? അല്ല, അത് പാപ്പുവിന്റെ ഐഡിയ അങ്ങനെയല്ലായിരുന്നു. ഐഡിയ പാപ്പുവിന് സ്കൂളിലൊരു കൊയർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പാപ്പുവിന് ആ ദിവസം പാടാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗൗതമിനെ വിളിച്ചിട്ട് പറഞ്ഞടാ ഒരു കൊയർ സോങ് നമുക്ക് പാപ്പുവിന് ആ സമയത്തേക്ക് ഒന്ന് റിലീസാണ്. കൊച്ചു ഭയങ്കര ഹേർട്ടായി, മമ്മി പാടാൻ നമുക്ക് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഭയങ്കര വിഷമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തിനാ നമ്മളിവിടെ അമ്മയാന്ന് പറഞ്ഞിരിക്കണേ, ഗൗതമംഗളൊക്കെ ഉണ്ട്, പാപ്പിടും വരി. അപ്പൊ തന്നെ ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എടാ ഇങ്ങനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടൊരു സോങ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്താ ചേച്ചി ലെറ്റ്സ് ഡു ഇറ്റ് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്ത് എല്ലാവരും അടിപൊളിയാക്കി കൊണ്ടുവരുന്ന വലിയൊരു റോൾ ഇതിനകത്ത് ചേട്ടനുണ്ട്. എല്ലാരും എനിക്ക് ഓരോ അവസരങ്ങളാണല്ലോ തരുന്നത്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പൊ പാപ്പുവിന്റെ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിന്റെ അന്ന് ഡിസംബർ ടൈമിലായിരുന്നു. അപ്പൊ കുറച്ച് ഷോസ് ഉള്ളതുകൊണ്ട് ഞാൻ അന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാനൊരു ബാക്കിംഗ് ട്രാക്ക് ചെറുതായിട്ട് ചെയ്തതുകൊണ്ട് പാപ്പു റെക്കോർഡ് ചെയ്ത് അയച്ച് ഞാൻ കേട്ടപ്പോ ഞാൻ പാപ്പു പാടുന്നത് കേട്ടിട്ടേ ഇല്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര അടിപൊളിയായിട്ട് പാടുന്നത് എക്സ്പെക്ട് ചെയ്തില്ല. അതായത് ഒരു വെസ്റ്റേൺ ട്രെയിൻഡ് ആണോ എന്ന്? ട്രെയിൻഡ് അല്ല, എന്റെ അറിവിൽ ട്രെയിൻഡ് അല്ല. ചേച്ചി തന്നെയാണോ അല്ലാതെ പാട്ട് പഠിപ്പിക്കുന്ന? എന്റെ ഗുരുവാണ് പഠിപ്പിക്കുന്നത് ആക്ച്വലി. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ആ വോയിസിന്റെ ഡൈനാമിക്സും ആ ഒരു ത്രോ. ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചി ഇത് ചേച്ചിനേക്കാളും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളായി. പക്ഷെ അങ്ങനെ കേൾക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും സന്തോഷം. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അഭിരാമി ചേച്ചി പാടുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ പാടുമ്പം ചേച്ചി ഇങ്ങനെ നോക്കുന്നത്, ഏതൊരു പാട്ടെടുത്താലും ചേച്ചി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ പാടി അടുത്തത് കഴിയുമ്പോൾ നേരെ ഇങ്ങനെ നോക്കും, അല്ലാതെ ഓഡിയൻസിനെ ഫേസ് ചെയ്തൊന്നല്ല നിൽക്കുന്നത്, നേരെ അഭിനയിച്ചിട്ട് മുഖത്തോട്ട് നോക്കും. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എന്ത് പറ്റി? ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഒരു എന്താ പറയാ സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ലൈക്ക് മോർ ദാൻ മദർ അതുപോലെ തന്നെയാണോ നിങ്ങൾ രണ്ടുപേരും? എന്റെ ആദ്യത്തെ കൊച്ചാണത്. പിന്നെ അവള് പാടുമ്പോ പാപ്പു പാടുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പം ഇപ്പൊ ചിലപ്പോ ഞാൻ പാടുമ്പോ എന്റെ അച്ഛയും ഇങ്ങനെ തെറ്റല്ലേ, ശബ്ദം ഇടറല്ലേ, നന്നായി പാടാൻ പറ്റണേ എന്നൊക്കെ ആയിരിക്കില്ല അവരുടെ മനസ്സിൽ തോന്നുക. അതുപോലെ തന്നെയാണ് പാപ്പുവും അബിയും പാടുമ്പോ എന്താ തെറ്റാണ്ട് പാടാൻ പറ്റണേ, ശബ്ദം ഇടറല്ലേ എന്നൊക്കെയാണ് ഞാനും ആ സമയത്ത് മനസ്സിലുണ്ടാവാണ്ട. ഞാനിത് പറഞ്ഞപ്പോ അത് ആലോചിക്കുകയായിരുന്നു, എന്താണ് അങ്ങനെയാണോ എന്ന്. അങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് നോക്കി, റീസെന്റ് ഉള്ളത് മാത്രമൊന്നുമല്ല കേട്ടോ. എനിക്കൊന്ന് നിങ്ങൾ പണ്ട് ഡീഫോ ഡാൻസിലൊക്കെ വന്ന് പാടിയ ഒരു പെർഫോമൻസ് തൊട്ട് അത്രയും വർഷം മുമ്പോട്ടുള്ളത് ഇങ്ങനെ നോക്കി വരായിരുന്നു. കാരണം നിങ്ങളുടെ മെയിൻ ഒരു സോങ് ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ പാടുന്നത്, അവർ മറ്റേ അയല വറുത്തതിൻ്റെ ആ സോങ്സ് ഒക്കെ. അപ്പം അതിലെല്ലാത്തിലും ചേച്ചി എപ്പം കംപ്ലീറ്റ് ചെയ്യുന്നു നേരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, അല്ലാതെ ഓഡിയൻസിനെയോ അല്ലെങ്കിൽ നേരെ ക്യാമറ അല്ല ഫേസ് ചെയ്യുന്നത്. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണം, അങ്ങനെയാണോ? അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കിയാൽ മതി. നോക്കാം വീഡിയോസിൽ ഉറപ്പായിട്ടും. നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കാറുണ്ടോ? വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷെ പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര വഴക്കുണ്ടാക്കായിരുന്നു. പിന്നെ കുറച്ച് വലുതായി വന്നപ്പോഴത്തേക്കും വഴക്കിന്റെ എണ്ണവും സമയമൊക്കെ കുറഞ്ഞു തുടങ്ങി. വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ അത് സോർട്ടാവും. പിന്നെ വൻ വഴക്കിലേക്കൊക്കെ വൺസിന് ഒരു പോവൊക്കെ ചെയ്യും. ഒരു ബന്ധമില്ലാതെ ഓടി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും ബോഡി ചേച്ചി ഉണ്ടല്ലേ, ബോഡി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരുവാന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടാവും, ഡോറടക്കരുത് അങ്ങനെ കയറി വരും. ആക്ച്വലി അബിയുടെ വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ 90% ശരിക്കും പറയുന്നത് മുഴുവൻ ചേച്ചിയെ പറ്റിയിട്ടായിരിക്കും. പക്ഷെ അത് ഭയങ്കര മെച്ചോർഡാണ്. ലൈക്ക് അതാ അനിയത്തിക്കുട്ടിയാണെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ ചേച്ചിയെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ മെച്ചോർഡായിട്ട് ശരിക്കും ആൾ വന്നൊരു സപ്പോർട്ട് തരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ഒരാൾ അനിയത്തി തന്നെയാണോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതാണ്, വിസിബിളി ഉള്ള ഒരു കാര്യം തന്നെയാണ്. അബി എനിക്ക് വേണ്ടി കുറെ ചീത്തപ്പേര് കേട്ടിട്ടുള്ളതും തെറി കേട്ടിട്ടുള്ളതും ഒക്കെ അബിയാണ്. അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പാവം, ഞാനെന്നുള്ളൊരു ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അത് അബി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഒരു സിബ്ലിങ്സ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലൈഫിൽ വലിയ ഭാഗ്യം ചെയ്യണം എന്ന് പറയും. എത്രയോ പേര് ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ വീട്ടിൽ അടിയും ഇടിയും വഴക്കും സമയം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പറയുന്ന അങ്ങനെ ഒരു സംഭവമൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ അബി എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അബി. ചേച്ചി ഏറ്റവും സ്ട്രോങ് ആക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആള്. പിന്നെ എൻ്റെ ഫാമിലി, ഇപ്പം അച്ഛനും അമ്മയും, ഇപ്പം അച്ഛനും അമ്മയൊക്കെ എന്താ പറയുക എൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞങ്ങൾ ഫുൾ ഫാമിലി അങ്ങനെയാണ്. ഒരു മരത്തിൻ്റെ ബ്രാഞ്ചസ് പോലെയാണ് ഞങ്ങളെല്ലാവരും. ഇങ്ങനെയാണ് എപ്പോഴും, ആരും വീഴാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ്. ഇപ്പൊ പാപ്പും അപ്പൊ പാപ്പും വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞ് ബ്രാഞ്ചായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അതങ്ങനെ തന്നെ ഒരു കണ്ണം നട്ടാൽ ഇങ്ങനെ തന്നെ പോട്ടെ, രണ്ടുപേരും അടിപൊളിയായിട്ട് പോട്ടെ. അപ്പം നമുക്കൊരു കുട്ടി മ്യൂസിക് ഗെയിമിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ സെൽഫിഷ്നെസ് ആണ്, എനിക്ക് കുറച്ച് പാട്ട് അതുകൊണ്ട് ഞാനൊരു മ്യൂസിക് ഗെയിം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം. ഇത് ഗെയിം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ട് ആളുകളാണോ ഞങ്ങൾ ഒന്നിച്ചാണോ? ഏയ്, നിങ്ങൾ രണ്ടെണ്ണ ഞങ്ങള് കോമ്പറ്റീറ്റേഴ്സ് ആണോ? ആ പിന്നെ ഡെഫിനറ്റ്ലി. ഞാൻ പാടത്തില്ല, പറഞ്ഞാലും മതി. ഇപ്പൊ പാടിയില്ലോ ചേട്ടൻ? അങ്ങനല്ല, തിരുത്തി പറഞ്ഞു ചെറുതായിട്ട് പാടിയാൽ മതി. എല്ലാം 2-3 വരിയൊക്കെ പാടിയാൽ മതി. വലിയ ഗെയിമായിട്ട് നമുക്ക് പോവാലോ. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ എന്ന് പറയുന്നില്ല, കുറച്ച് മ്യൂസിക് റിലേറ്റഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് പോകുന്നു. പാട്ട് രീതിയിൽ തന്നെ പറഞ്ഞാൽ മതി, 2 വരിയൊക്കെ പാടിയാലും മതി. ഓക്കെ, ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ വേർഡ്സ് കൊണ്ടുള്ള 3 സോങ്സ് പെട്ടെന്ന് ഗസ് ചെയ്യണം, പെട്ടെന്ന് പറയണം. ഓക്കെ, ഞാൻ ഒറ്റവട്ടേ ചോദിക്കുള്ളൂ, 2 പേർക്കും വേഗം പറയാം. ആദ്യം 3 സോങ്സ് പെട്ടെന്ന് പറയുന്നതൊക്കെ പോയിന്റ്. എടാ മോനെ, ക്യാമറമാനെ നിങ്ങളോട് എന്താണ് ഇത്തിരി പൊട്ടിയിരിക്കുക, അതുകൊണ്ട് ഒളിപ്പിച്ച് മേളിൽ കയറ്റി. ഞങ്ങളുടെ ക്യാമറമാനെ ഞങ്ങൾ നിങ്ങൾ കൂടെ തന്നുവിടുന്നതായിരിക്കും. കൂടെ ക്യാമറയുണ്ടോ? ഇല്ലില്ല, എന്തിനാ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പൂവ് എന്നുള്ള വേർഡ് കൊണ്ടുള്ള 3 സോങ്സ് പെട്ടെന്ന് പറഞ്ഞു. പൂവേ പൂവേ പാലപ്പൂവേ, പൂവിളി പൂവിളി പൊന്നോണമായി, പോയി. അയ്യോ, വേണോ? വേണം, 2 ഉള്ളൂ. പൂവാസം പുറപ്പെടും പെണ്ണേ, പൊൻപൂവേ പൊൻപൂവേ. ഓക്കെ, കുഴപ്പമില്ല, തരക്കേടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ഞ് എന്നുള്ള വേർഡ് കൊണ്ടുള്ള 3 സോങ്സ്. പ്രസാദ്, അതിന് മഞ്ഞണിക്കൊമ്പിൽ, അതിലും മഞ്ഞില്ലേ? മഞ്ഞണിപ്പൂ, ഇതിലൊക്കെ മഞ്ഞില്ലേ? 3 പറ. എന്റെ 3 കഴിഞ്ഞു, പക്ഷെ 3 2 ഉള്ളൂ. മഞ്ഞണിക്കൊമ്പിൽ മഞ്ഞണിപ്പൂ നിലാവ്. അപ്പൊ ആദ്യം ഒരു പാട്ട് ഞാൻ പറഞ്ഞതായിരുന്നു, അത് മഞ്ഞൾ പ്രസാദോ? അതിലും മഞ്ഞില്ലേ? ഇല്ല, അത് മഞ്ഞൾ, ഇത് മഞ്ഞ്. സ്നോ സ്നോ. ഉഡായിപ്പ് കളിയാട്ടല്ലേ? ആ ഉണ്ട്, തൽക്കാലം ഞാൻ മാർക്ക് തരാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, മറ്റേ മഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ മഞ്ഞുകൊണ്ട് സ്റ്റാർട്ട്, മഞ്ഞു പോലെ. ഇതൊക്കെ കറക്റ്റ്. മഞ്ഞണിക്ക് പോയില്ല, ഒരു മഞ്ഞു. മഞ്ഞാണ്, മഞ്ഞ. പക്ഷെ ഇടയ്ക്കെന്തോ അല്ലേ ആ പാട്ടിന് തുടക്കം അതല്ലല്ലോ. മഞ്ഞില്ലേ? ഇനി മഞ്ഞുകൊണ്ട് അല്ല, ഇനി പറയുന്ന വാക്കുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണേ. കള്ളക്കളി, കള്ളക്കളി, 2 പേരും കള്ളക്കളി. കയ്യിലുണ്ടോ? ആ ഉണ്ട്. ആരെയൊക്കെ പറഞ്ഞു തരണേ, ഉണ്ടാക്കും ഞാൻ. മഞ്ഞുകൊണ്ടൊക്കെ സിമ്പിൾ ആയിരുന്നു കിട്ടിയാനെ. അയ്യോ, മഞ്ഞു പോലെ, മഞ്ഞു പോലെ, മഞ്ഞു പെയ്യണ മരം കൂടി. അത് നിങ്ങൾ പാടിയൊരു പാട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന പോയി. പക്ഷെ 3 6 കിട്ടണ്ടേ? ഈ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആകാശം. ആകാശമാകെ ആകാശഗോപുരം, ആകാശ പൊയ്കയിലുണ്ടൊരു പൊന്നിൻ തോണി. അങ്ങനെ പാട്ടുണ്ടല്ലേ? അക്കരയ്ക്കോ. ഓക്കെ, പോയി. ആകാശമായവളെ. ഇല്ല, സപ്പോർട്ടില്ല, നോക്കുന്നില്ല, കളിക്കില്ല. ആകാശ്, ആകാശ് വരട്ടെ. ഇല്ല, പോയി. അപ്പൊ ചേച്ചിക്ക് മുട്ട.
എന്താ അങ്ങനെ മൊട്ട? ഞങ്ങൾ 4 പാട്ട് പാടിയില്ലേ? ഞങ്ങളൊരു ടീമല്ലേ? ടീമല്ലേ? അല്ല, ആദ്യ ചേച്ചിക്ക് 1 പോയിന്റ് കിട്ടി, അപ്പൊ ചേട്ടനൊന്നും കിട്ടിയില്ല. ഇത് യുക്കലേലയും ദർബൂക്കയും തരാണ്ട് ജമ്പി തരാനുള്ള ഒരു നമ്പറാണ്. ചെറുതായിട്ട്. നെക്സ്റ്റ്, ഇത് കറക്റ്റ് പറഞ്ഞ പോയിന്റ് തരാവേ. വളരെ സിമ്പിളാ. 3 പാട്ട് 2 പേരും 2 പേർക്കും പോയിന്റ് തരാം. മിഴി. മിഴിയോരം. പോരട്ടെ, വേഗം 3 പറയുന്ന ആൾക്ക് പോയിന്റ്. 2 പേരായി. പെട്ടെന്ന് ഇതിങ്ങനെ പെട്ടെന്ന് സ്റ്റക്ക് ആയി. ഇവൻ പറഞ്ഞാലോ എന്നുള്ള ചിന്തയിൽ ഞാൻ എന്റെ പറയണത് മറന്നു. അതാണ്. വേഗം 3 പറയുന്നവർക്ക് പോയിന്റ്. മിഴിയിൽ നിന്നും അത് ഞാനപ്പോ പറഞ്ഞേ. മിഴിയിൽ നിന്നും മിഴിയിലേക്കെന്നാണോ അത്? അല്ല. അതെ. അല്ലല്ലോ, ഓടത്. ശരിക്കും മിഴിയിൽ നിന്നും മിഴിയിലേക്കെന്നാണ്. ആ ശരിയാണ്. ആ അതെ. പോയി തോണി തുഴഞ്ഞ് പോയി. ആ അതെ, കണ്ടോ കണ്ടോ, ഇവര് 2 പേരോട് ഒരുമിച്ച് ചേർന്ന് ശ്രമിക്കുന്നു. മിഴി. എന്താണ് മിഴിക്കെന്താ പറ്റും? എന്തോരം മിഴിപ്പാട്ട് അറിയാം. മിഴിച്ചിരിക്കും. അതാണ് നമ്മളിവിടെ അത് ആദ്യമേ പറഞ്ഞു. മിഴികൾ. അതത് മിഴികളല്ലേ? അല്ലല്ലേ? അതെ, മിഴികൾ നനഞ്ഞു. മിഴികൾ എന്നിട്ടും 2 എത്ര പാടിയാലും 2 എടുക്കുന്ന കണക്ക്. എണ്ണ അറിയില്ലേ? ഇങ്ങനെ തന്നെ പാടില്ല ഒരെണ്ണം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. സത്യം പറ, അഡീഷൻ ക്ലാസ്സിൽ ആബ്സെന്റ് അല്ലായിരുന്നോ? മാത്തമാറ്റിക്സ് അഡീഷൻ. അല്ലല്ല, എനിക്ക് 1, 2, 3 അറിയാം ചേട്ടാ. ആദ്യത്തേക്ക് അറിയാം, അവിടെ വരെയൊക്കെ അറിയാം. 0 വരുമ്പോഴേ പ്രശ്നമാണല്ലേ? ഈ ഇൻഡു മറ്റേ എന്ത് ബോർഡ് മാസ് അതൊക്കെ പോയി. കുഴപ്പമില്ല. പോയി. അടുത്ത മിഴി ഇന്നെന്താ? മിഴികൾക്കിന്നെന്തു വെളിച്ചം, മൊഴികൾക്കിന്നെന്തു തെളിച്ചം. എനിക്ക് കിട്ടൂല. ഓക്കേ, സെറ്റ്. അപ്പൊ എനിക്ക് 3 വട്ടായി. ആ ഓക്കെ. അപ്പൊ പിന്നെ ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് ഉkulele ഉണ്ടോ? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമൃത സുരേഷ് സ്കോറിംഗ് വിത്ത് 1 പോയിന്റ്. ഞാൻ ഇപ്പോഴും സ്കോറിംഗ് 1 പോയിന്റ്. എടാ, ഇവൾക്ക് ശരിക്കും അറിയില്ല. ശരിക്കും അറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. പൊട്ടിരിക്കുക. അമ്പലപ്പുഴ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ പേര് പറഞ്ഞ് ഇറക്കി വിടും. അവര് പറയും ഇവിടെ പഠിച്ചിട്ടേ ഇല്ല. എടാ, നിന്നെയാടാ ഞങ്ങക്ക് വിൽക്കാൻ വെച്ചേക്കണത്. അതെ, എന്ത് സംഭവിച്ചാലും ക്യാമറമാനെ വിൽക്കും. സാരില്ല, എടുക്കാം. കൊണ്ടുവെക്കോ, കഴിവുള്ള കുട്ടിയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിന്നൽ. മിന്നൽ വാള. മിന്നലേ 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 താനൊരു തീ മിന്നൽ തിളമ്പി കൊള്ളാം. അമൃതേശി ആദ്യമൊക്കെ നിമ്മളാണല്ലോ മിന്നടി ഇല്ല. ക്വസ്റ്റ്യൻ ശരിയല്ല. ക്യാൻസൽ, ഫൗൾ ഗെയിം. ശരി, ഓക്കെ. ഈ പരിപാടി വിട്. ഈ പരിപാടി വിട്. ഓക്കെ, നെക്സ്റ്റ് നേരെ ഈ വേർഡും കാര്യങ്ങളൊക്കെ വിടാട്ടോ. ഇല്ല, ഞാൻ തെറ്റി ശ്രദ്ധിക്കുന്നത് ഞാനാണ് സ്കോറിങ്, നിങ്ങൾക്ക് കണ്ടവർക്കില്ല. ഇനി ഞാൻ ഈ ഒരു പാറ്റേൺ വിട്ടുപിടിച്ച ഇനി വേറൊരു പാറ്റേൺ ആണ്. അതായത് അയ്യോ അതില്ല, പാട്ടുകളുടെ ഇടയ്ക്കത്തെ വരി 3 പാട്ടുകൾ പറഞ്ഞേ. സ്വന്തം പേരല്ലേ? ഇടയ്ക്ക് വരുന്നുണ്ട്, തുടക്കമില്ലായിരിക്കും. മറ്റപ്പാട്ടുണ്ട്, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ ഹായ്. എനിക്ക് കൊഞ്ചിക്കാറുള്ള പാട്ട് പാടിയാൽ അതാലോചിച്ച അമ്മ പാടുന്നത്. അമ്മ പാടുന്ന മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ. കഴിഞ്ഞോ, തീർന്നു. ഇനി എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇതെന്താ പറയാ, ഈ റൗണ്ട് ഞാൻ പാട്ടുകളുടെ ഇടയ്ക്കത്തെ വരി പറയും. ഏത് പാട്ടാന്ന് കണ്ടുപിടിക്കണം. അത് ഓരോ പോയിന്റ് വെച്ചിട്ടാ പോകുന്നത്. ജസ്റ്റ് ഞാൻ വെറുതെ അങ്ങ് വായിത്തോന്നു പറയും. പാടത്തില്ല, പറയും. എന്നാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത് ഡിഫിക്കൽട്ട് ആവും. പാടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാട്ടറിയുന്ന 2 പേരും ഒറ്റയടിക്ക് കണ്ടുപിടിക്കൂലേ? അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ മൈക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് ഊർജം കിട്ടും. വേണ്ട. എന്നാലും ഞാൻ പറയാം. സിമ്പിൾ സാധനങ്ങളൊക്കെ, സിമ്പിൾ, വെരി സിമ്പിൾ. കാണാനുള്ളിലുള്ള ഭയമോ, കാണാനുള്ളിലുള്ള ഭയമോ, ഞാനാ പറഞ്ഞ പാട്ടിന്റെ പേര് കാറ്റുപോലെ തട്ടം വെച്ച് വാതക്കല് വെള്ളരിപ്രാവ്. പോയിന്റ് ഇവിടെ പോകുന്നത് ഞാൻ പാടുന്നത് അവന് വേണ്ടി പാടി കൊടുക്കുന്നതാണ്, പാട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഇതിങ്ങനെ പാടാനേ കിട്ടുള്ളൂ. അതല്ലേ ഞാൻ ഞാൻ ജയിക്കുവാണെങ്കിലും നമ്മൾ ഒരുമിച്ചല്ലേ ജയിക്കുന്നേ? നമുക്കല്ലേ, ഇവര് ഫുൾ പ്ലാനിങ്. എന്നാ വേറൊരു പാട്ട്, എന്താ തമാശ എല്ലാം നിരാശ.
എന്താ തമാശ ബനാനെ ഒരു പൂ തരാമോ. ഈ കളിക്ക് ഞാൻ ഇല്ല കേട്ടോ, സത്യം പറഞ്ഞ ഈ കളി ഞാൻ വേറൊരാളുടെ അടുത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവരെല്ലാം തോറ്റല്ല. ഞാൻ എന്ത് ചെയ്യാനാ. ഇവനില്ലേ അവകാശം, അവകാശം. എടാ നിങ്ങൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓവർ ടാലന്റഡ് ആണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു. മലയാളത്തിൽ പറയാമോ? മലയാളത്തിൽ പറയൂ. നിങ്ങള് പ്രേക്ഷകർ അതിനെ സ്വന്തമായിട്ട് അവരൊന്ന് കമന്റ് ഇടും. ഞാനല്ല, എനിക്ക് ഇച്ചിരി കഴിവ് കുറവാണ്, ഇച്ചിരി കഴിവ് കൂടെ. കൺസിമിയോ നിൻജാലകം. അറിയാതെ ആ പാട്ടൊന്ന് പാടിക്കാൻ. നിൻജാലകം എനിക്ക് ലിറിക്സ് ഒട്ടും അറിയില്ല. എന്റെ കൺസ്യൂമ്യും അറിയാം, നീ ചോദിക്കണ വരികൾ കറക്റ്റ്. സ്റ്റാർട്ടിങ് അറിയാം. ഇലകൾ അറിയുമോ? തുടക്കം കൊഞ്ചി കൊഞ്ചി. കറക്റ്റ് ആട്ടാ. അപ്പം എന്റെ യുഗിലേലെ എടുത്ത് കൈ വെക്കാല്ലേ? എടാ അതിന് സ്ട്രിങ് ഇല്ലെന്ന് തോന്നുന്നു. അത് വേണ്ട, നമുക്ക് അത് തന്നെ എടുക്കാം. വേണ്ട, സാധനമൊക്കെ പൊതിഞ്ഞെടുത്തോ? ചെറിയ ചെറിയ ചെലവ് മാത്രമേ ഉള്ളൂ. മീശ വെച്ചാൽ ആണാവില്ല, മീശ വെച്ചാൽ ആണാവില്ല, മീശക്കാരൻ മാധവന് ദോഷത്തിന്. ഓക്കെ. ഈ മ്യൂസിക് ഗെയിം 3 സെക്ഷനായിട്ടായിരുന്നു. 2 സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ നിങ്ങൾ 1 സ്കോറിങ് ഫുൾ നിങ്ങൾക്ക് പോയിന്റ് കിട്ടി, ഒന്നുപോലും തെറ്റിച്ചില്ല. മൂന്നാമത്തെ സെക്ഷൻ ഇത് ആക്ച്വലി ഒരു ഗെയിം പോലെയല്ല, 2 പേർക്കും പറഞ്ഞു പോകാം. ലൈക്ക് ഒരു റാപ്പിഡ് ഫയർ പോലെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സോങ് ഞാൻ ചോദിക്കും, പെട്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു പാട്ട്? ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറെ പാട്ട്, എല്ലാ പാട്ട് കേൾക്കുമ്പോൾ എന്നാലോ പെട്ടെന്ന് ആലോചിച്ച് വെച്ചു അങ്ങോട്ട് വരും. ചേട്ടന് പറയാം. എനിക്ക് ലഗ്ജാഗല എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു സോങ് ആണ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഓക്കെ. ചേട്ടന്? എനിക്ക് ചിന്ന ചിന്ന ആസി ഇഷ്ടമുള്ളൊരു സോങ് ആണ്, ഹാപ്പിനെസ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ഒരു കേൾക്കുമ്പം ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, എപ്പോൾ കേൾക്കുമ്പോൾ ഒരു വിങ്ങൽ വരാന്നൊക്കെ പറഞ്ഞ ഒരു സങ്കടം വരുന്ന ഒരു പാട്ട്, ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആവുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു സോങ്? എനിക്ക് ജോസഫ് എന്ന് പറഞ്ഞ ഫിലിമിലെ കണ്ണത്ത ദൂരത്ത് എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഒരു ഇമോഷണൽ. ഞാനപ്പോൾ അത് കേൾക്കുമ്പം അത് പാടിയത് വിജയ് ചേട്ടനാണല്ലോ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അയച്ചു കൊടുക്കും, ചേട്ടാ ഞാനിത് കേൾക്കുന്ന ഇത്രാമത്തെ തവണ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സങ്കടങ്ങളും ദുഃഖങ്ങളുണ്ടോ എന്നൊക്കെ. നിങ്ങൾ ഇന്നലെ അത്ര ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, കണ്ടുപിടിച്ചു. സ്റ്റോറി. ഓക്കെ, ചേച്ചിക്ക്? എനിക്ക് ഒരു കണ്ണിൽ നീർക്കസിയ അത് കേൾക്കുമ്പോൾ എവിടെയോ ഈ ഒരു പോർഷൻ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വേദന വരാറുണ്ട് നെഞ്ചില്. ഭയങ്കരതായിട്ടുള്ളൊരു സോങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലവ് സോങ്, ഒരു പ്രണയം പറയുന്ന ഒരു പാട്ട്? ഞാൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണാലെ കണ്ണാലെ എന്ന് പറഞ്ഞൊരു പാട്ട് കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുണ്ട്, ഒരു ലവ് സോങ് ആണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ലവ് സോങ്. അതെല്ലാവരും പോയി കാണാം, കണ്ണാലെ കണ്ണാലെ. അതല്ലാതെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ നല്ല പാട്ടല്ലേ? ഓക്കെ ഓക്കെ, ഡെഫിനറ്റ്ലി കാണാത്തവര് കാണാൻ, ഞാനും കാണുന്നതായിരിക്കും ഉറപ്പായിട്ടും. കാണാം. ആ പാട്ടിന്റെ ഇന്റർവ്യൂവിനായിട്ട് ഒന്നുകൂടെ വിളിക്കണം. ഓക്കെ, ഇതുപോലെ കുറെ പാട്ട് വരുന്നവരെ കൊണ്ടുവരും ഉറപ്പായിട്ടും. ചേച്ചി? എനിക്ക് കുറെ പാട്ടുകളുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് സോങ്സ് കിട്ടുന്നില്ല ഒരു ലവ് സോങ് പെട്ടെന്ന്. കുറെ ഭയങ്കര ലവ് എനിക്ക് കൂടുതൽ, നമ്മളെ കുറെ നാളുകളായിട്ട് അതുകൊണ്ട് കുറെ പാട്ടുകൾ ഉണ്ട്, ഒന്നും പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഓക്കെ, മുൻപേ വാ. മുൻപേ വാ. നെക്സ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം പറയുന്ന പാട്ടുകളിൽ? മനസ്സിന് മറയില്ല. ഡെഫിനറ്റ്ലി അതെല്ലായിടത്തും കോളേജിലും സ്കൂളിലും വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്, ഫ്രണ്ട്ഷിപ്പ് ആന്തം പോലെ. കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോ കുണ്ടത്തില്ലേ കുമരനൊക്കെ കൊണ്ടാട്ടം, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങള് കൂടുമ്പോഴൊക്കെ അതൊക്കെയാണ് കേൾക്കാറ്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ചോയ്സ് ആയിരുന്നു. ഒരു ഡിവോഷണൽ സോങ്?
ഡിവോഷണൽ സോങ്സ് എനിക്ക് ഒരുപാടുണ്ട്. കാരണം ഞാൻ അമ്മയുടെ ആശ്രമത്തിൽ കൊച്ചിയിൽ തുടങ്ങി പോകുന്നുണ്ട്. കുറേ ഭജൻസ് ആയിരിക്കും ഡിവോഷണൽ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ. ഭജൻസ്. ഓക്കെ, ചേട്ടന്? എനിക്കും ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഇഷ്ടമുള്ള ചെറുപ്പം തൊട്ടേ. ഇപ്പം ഞാൻ ചർച്ച് കോയറിലാണ് ആദ്യമേ വായിച്ചു തുടങ്ങി. ഒരു 5th പഠിക്കുന്ന ടൈമിൽ ചർച്ച് കോയറിൽ കീബോർഡൊക്കെ വായിച്ചു തുടങ്ങി. അപ്പോൾ ഒരുപാട് സോങ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഡിവോഷണൽ കമ്പോസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കരുണാമൻ എന്ന് പറഞ്ഞൊരു ഭക്തിഗാനമുണ്ട്. അത് വിജയ് യേശുദാസ് ചേട്ടനാണ് പാടിയത്. അല്ല, അത് വിജയ് യേശുദാസ് ചേട്ടനാണ് പാടിയത്. വളരെ സോൾഫുൾ ആയിട്ട് പാടിയ നല്ലൊരു ഗാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചിരിക്കില്ല. അപ്പം അത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്തിഗാനമാണ്. സാധിക്കുമെങ്കിൽ ഒന്ന് കേട്ട് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ. സത്യമായിട്ട് ഞാനല്ലാണ്ട് ചിരിക്കുന്നത്, എന്നെ ചിരിപ്പിക്കുന്നു. അങ്ങനെയല്ലേ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു ലൈക് ഫുൾ ഓൺ ഫുൾ പവർ. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് സോങ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പറയാതിരുന്ന കുഴപ്പമില്ല. സത്യമായിട്ട് ഞങ്ങളൊന്നും പറയത്തില്ല കേട്ടോ. പറഞ്ഞോ, ഞങ്ങൾ ചിരിക്കുന്നില്ല. അല്ല, ശരിക്കും ഫ്രണ്ട്ഷിപ്പ് സോങ് പറ, ഇത്ര പറഞ്ഞല്ലേ. അല്ല, അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ തീരയാത്ര എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ബെന്നിതയിലാണ് പാടിയത്. ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതെ, എല്ലാത്തിനും ലിങ്ക് ഞാൻ അയച്ചുതരാം. എത്ര പാട്ടിൽ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. 3 പാട്ടൊന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടല്ലോ. ഒരു ഡാൻസ് സോങ്, ഫുൾ ഓൺ ഫുൾ വൈബ് പാട്ട്. ഈ പാട്ട് കേട്ടാ വേൽമുരുക, അതുപോലത്തെ വേൽമുരുക. യെസ്, ഇപ്പോഴും അല്ല, ദീപക്കേട്ടൻ്റെ ഒരു അടിപൊളി സോങ് ആണ്. അപ്പം അത് ഇപ്പോഴും ഓരോ ഷോസിൽ പോകുമ്പോൾ ലാസ്റ്റ് എല്ലാവരും വേൽമുരുക പാടാതെ നിർത്താൻ സമ്മതിക്കില്ല. മാത്രമല്ല നമുക്കൊരു വൈബാണ്. ലാസ്റ്റ് വേൽമുരുകയൊക്കെ പാടും നമ്മൾ പെർഫോം ചെയ്യുമ്പം ഉള്ളൊരു സ്പിരിറ്റ് വൈബാണ്. ഡാൻസ് പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വേൽമുരുകൊക്കെ തന്നെയാണ്. വർഷങ്ങളായിട്ട് വേൽമുരുകന്ന് ഇപ്പോഴും മോചനം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും അവസാനം എത്തുമ്പോ വേൽമുരുക പാടാൻ പറയും. അത് പറയൂലേ? അമൃതകമ്പല്ല സെൻഡിങ് സോങ് എപ്പോഴും ഇതൊക്കെ തന്നെയാണോ വരാറ്? വേൽമുരുക ഞങ്ങൾ പാടാറില്ല. പക്ഷെ ഇതേമാതിരി റിക്വസ്റ്റ് വരും ചില സമയത്ത്. അപ്പൊ ഞങ്ങൾ 2 ലൈനൊക്കെ വേൽമുരുക പറഞ്ഞിട്ട് വിട്ടു കൊടുക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷം. അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ചേച്ചിയുടെ പാട്ട് എനിക്ക് കേൾക്കണം, അതിലാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. ശരിക്കും എനിക്ക് സൗമിത്രെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഭയങ്കര മാസ്റ്റർ പീസ് പാട്ടുകൾ ഇഷ്ടംപോലെ വേറെയും ഉണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ മതിയായിരുന്നു. കഴിയാറായി. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള നല്ലൊരു പാട്ട് എനിക്ക് പാടിത്തരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓളപ്പൂര് നല്ലപോലെ വ്യൂ കയറി കൂറി പോകുന്നുണ്ടല്ലോ. ഇപ്പം എനിക്കൊന്ന് 3 lakhs അടുപ്പിച്ചായി തോന്നുന്നല്ലേ? 3 lakhs അടുപ്പിച്ചായിട്ടുണ്ട്. അതിന് കൂടുതൽ റീച്ച് ആവട്ടെ. വള്ളംകളിക്ക് എല്ലാവരും ഈ പാട്ടൊക്കെ കേട്ട് ഫുൾ വൈബാക്കട്ടെ. വള്ളംകളിക്ക് മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യം ഓണത്തിന്റെയും ഒരു പാട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഓണം വൈബ് ഉണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കോമ്പിനേഷൻ ഇനിയും അടിപൊളി പാട്ടുകളൊക്കെ വരട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. എനിക്കും നമ്മുടെ ഇവിടെ എല്ലാ മെമ്പേഴ്സിനും, പിന്നെ ആള് നമ്മുടെ കൂടെ പോലും ഞങ്ങളുടെ കൂടെ ആണല്ലോ. ഓണക്കൊടി കൊടുക്കണം കേട്ടോ ആൾക്ക്. ആകെ കൊടുത്തോളാം, ഗൗതമിനും കൊടുക്കാൻ, പുള്ളിയും കൊടുക്കാം. വ്ലോഗ് എടുക്കാൻ ആളായി നമ്മളിനി. എല്ലാത്തിനും ഒരാളായി. ഇനി കവേഴ്സ് എടുക്കാൻ ആളായി, വ്ലോഗ് എടുക്കാൻ ആളായി. ഈ ഒരു വരവിന് ഇത്ര ഇങ്ങനെ വിളിച്ചപ്പോ ഇത്രയും നല്ലൊരു ഇതിനു വേണ്ടിയാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഒരിക്കലും ഉടുപ്പൊക്കെ എടുക്കണോ? അത് ഇങ്ങനെ പോരുവാണോ? ക്യാമറ ഇഷ്ടപ്പെട്ടു, വൈറ്റ് കളർ ഹെഡ്ഫോൺ ഒക്കെ. ഞങ്ങളുടെ സ്വന്തം ആളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ഒരു പാട്ട്. സൗമിത്രേ സൗമിത്രേ നീയാണല്ലോ എൻ ദൈവം, നിൻചിത്രം പൊൻചിത്രം എഴുതുകയല്ലോ നാനാന, അത്തം മുതലൊരു എനിക്ക് ഓർമ്മയില്ല. ഭഗവാനെ പെരുമാളെ പെരുമാളെ ഇനി ഞാനും നിന്ന്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെയും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.